നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാള സിനിമാ മേഖലയിൽ വീണ്ടും പ്രതിസന്ധികൾ ഉയർന്നിരിക്കുകയാണ്. നിർമ്മാതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. സുരേഷ് കുമാർ ഉയർത്തിവിട്ട വലിയ കൊടുങ്കാറ്റ് ഇപ്പോൾ ആളിപ്പടരുകയാണ്. സുരേഷ് കുമാറിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നടന്മാരെല്ലാവരും നിർമ്മാതാക്കളും എല്ലാം ഒരു ഭാഗം ചേർന്നിരിക്കുകയാണ്. ഇതുമാത്രമല്ല, സുരേഷ് കുമാറിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും ഒടുവിൽ സുരേഷ് കുമാറിന്റെ സുഹൃത്ത്, ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായിരുന്ന മോഹൻലാലും ഇപ്പോൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇപ്പോഴത്തെ ഒരു വലിയ വിവാദം കത്തിപ്പടർന്നിരിക്കുന്നത് സുരേഷ് കുമാറിന്റെ മകളുമായി ബന്ധപ്പെട്ട്, അതായത് നടി കീർത്തി സുരേഷിനെ ഈ വിഷയത്തിലേക്ക് വലിച്ചിട്ടുകൊണ്ടുള്ള ചില വിവാദ കൊടുങ്കാറ്റ് വീണ്ടും ശക്തമാകുകയാണ്. വലിയ തുക വാങ്ങിക്കൊണ്ടാണ് സുരേഷ് കുമാറിന്റെ മകൾ അഭിനയിക്കുന്നത്. 1 രൂപയെങ്കിലും കുറയ്ക്കാൻ നടി തയ്യാറായിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് സുരേഷ് കുമാറിന് നേരെ നടൻ ജയൻ ചേർത്തല ഇപ്പോൾ ഉയർത്തിവിട്ടിരിക്കുന്നത്. അതിപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടരുകയാണ്. കീർത്തി സുരേഷിനെ എതിർത്തും അനുകൂലിച്ചും സുരേഷ് കുമാറിനെ തെറി പറഞ്ഞുകൊണ്ടുമൊക്കെയാണ് ഇപ്പോൾ കമന്റുകളും പോസ്റ്റുകളും ഒക്കെ ഉയരുന്നത്. ജയൻ ചേർത്തല പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നിർമ്മാതാക്കളുടെ സംഘടന കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തി പറയുകയുണ്ടായി, സിനിമ നഷ്ടത്തിലാണെന്നും ജൂൺ 1-ാം തീയതി മുതൽ സമരത്തിലോട്ട് പോകുകയാണ് എന്നും. അതിനവർ മുന്നോട്ട് വെച്ച കാരണങ്ങളാണ് മനസ്സിലാകാത്തത്. അവർ പറഞ്ഞിരിക്കുന്നത് താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം, താരങ്ങളാണ് സിനിമയ്ക്ക് നഷ്ടമുണ്ടാക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഏത് ഭാഷയിലാണെങ്കിലും ഒരു സിനിമ കൊമേഴ്ഷ്യലി ഹിറ്റാകാൻ വേണ്ടിയിട്ടാണ് താരങ്ങളെ അഭിനയിപ്പിക്കുന്നത്. സൂപ്പർ സ്റ്റാറുകളും സൂപ്പർ ഹിറ്റുകളും ഉണ്ടാകുന്നത് താരങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ? ഈ താരങ്ങളെ വെച്ചുകൊണ്ട് ലാഭം ഉണ്ടാക്കിയിട്ടുള്ള കുറെ പ്രൊഡ്യൂസർമാർ തന്നെയാണ് ഇന്നത്തെ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ തലപ്പത്തുള്ളത്. അവർ തന്നെയാണ് താരങ്ങൾക്ക് വില കുറയ്ക്കണമെന്ന് പറയുന്നത്. അത് ന്യായമായ ഒരു കാര്യമല്ല. താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കുന്നത് കൊണ്ട് ഒരു സിനിമ ലാഭത്തിലാകുമോ? താരങ്ങൾക്കാണോ മുഴുവൻ പൈസയും കൊടുക്കുന്നത്? അത് തികച്ചും താരങ്ങൾക്കെതിരെയും താര സംഘടനയ്ക്കെതിരെയും കോർണർ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാൻ ചെയ്ത ഒരു ആരോപണം മാത്രമാണ്. സത്യവിരുദ്ധമായ കാര്യമാണത്. ഇവർക്ക് അത്രയ്ക്കും ചങ്കുറപ്പുണ്ടെങ്കിൽ താരങ്ങളെ ഇല്ലാതെയും ഒരു സിനിമ ഹിറ്റാക്കാൻ സാധിക്കുമല്ലോ. പക്ഷെ അവർ അതിന് മുതിരില്ല. അപ്പോൾ നായകനായും നായികയായും മറ്റ് നടന്മാരുമായി ഒക്കെ താരങ്ങളെ വേണം. ഒപ്പം അവർക്ക് പൈസ കൊടുക്കാനും പറ്റില്ല. അതൊരു ഇരട്ടത്താപ്പാണ്, ഒരു ബൂർഷ്വാ കാഴ്ചപ്പാടുമാണ്. മറ്റൊരു കാരണമായി പറയുന്നത് താരങ്ങൾ സിനിമ നിർമ്മിക്കാൻ പാടില്ല എന്നാണ്. എന്ത് വൃത്തികേടാണ് ആ പറയുന്നത്! ഇവിടെ സിനിമ ഇൻഡസ്ട്രി ഉള്ളതുകൊണ്ട് എത്ര പേരാണ് ജീവിച്ചു പോകുന്നത്? ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 150ഓളം പേർ പ്രവർത്തിക്കുന്നുണ്ട്. താരങ്ങളും സിനിമയിൽ അഭിനയിക്കുന്നവരും ടെക്നീഷ്യന്മാരും എല്ലാവരും സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണല്ലോ ജീവിക്കുന്നത്. സിനിമയുടെ കൂട്ടായ്മയ്ക്കും നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരും സിനിമയുടെ മുഖ്യ കാരണങ്ങളായിട്ടുള്ളവരും സിനിമ നിർമ്മിക്കുന്നതിൽ എന്താണ് തെറ്റ്? അവർ മുഖ്യ കാരണങ്ങളായതുകൊണ്ടാണല്ലോ പ്രൊഡ്യൂസർമാർ അവരുടെ ഡേറ്റ് അന്വേഷിച്ച് നടക്കുന്നത്. ആ താരങ്ങൾ സിനിമ നിർമ്മിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പഴയ കാലത്തെ വ്യവസ്ഥയാണ്. നിങ്ങളൊക്കെ അടിയാന്മാർ, ഞങ്ങൾ മുതലാളിമാർ എന്ന കാഴ്ചപ്പാടാണത്. മുതലാളിത്ത വ്യവസ്ഥയുടെ കാഴ്ചപ്പാട് നിർമ്മാതാക്കളുടെ ഇപ്പോഴത്തെ നിലപാട്. അവർ മാത്രമേ നിർമ്മാതാക്കളാകാൻ പാടുള്ളൂ എന്നും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രങ്ങൾ മാത്രമേ തിയേറ്ററിൽ ഓടാൻ പാടുള്ളൂ, അതുമാത്രമേ ജനങ്ങൾ കാണാൻ പാടുള്ളൂ എന്നുമാണ്. ആ അഹങ്കാരം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. അമ്മയിലെ താരങ്ങളായ 25 പേരുടെ പടങ്ങൾ മാത്രമാണ് ഒരു വർഷം ഇവിടെ ഇറങ്ങുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ പറയുന്നുണ്ട് 140 മുതൽ 160 വരെ സിനിമകൾ ഒരു വർഷം ഇറങ്ങുന്നുണ്ടെന്നും. ഈ 160 പടങ്ങളും താരങ്ങളല്ലല്ലോ നിർമ്മിക്കുന്നത്. ചില സിനിമകളുടെ കോസ്റ്റ് വളരെ കൂടുതലാണ് എന്ന് കേൾക്കുമ്പോൾ അത് നിർമ്മിക്കാൻ പല പ്രൊഡ്യൂസർമാരും തയ്യാറാകുന്നില്ല. ഈ അടുത്ത സമയത്ത് തന്നെ നടന്ന സിനിമയുടെ ഷൂട്ടിംഗ് നമുക്കറിയാം. ക്ലൈമാക്സിനായി 50 ആർട്ടിസ്റ്റുകളെ വേണ്ടിയിടത്ത് പ്രൊഡ്യൂസർ ഡയറക്ടറുമായി വഴക്കടിച്ച് അവിടെ തർക്കമുണ്ടായി. അങ്ങനെ ആ സിനിമ ഒരു അവിയല് പരുവത്തിലായി. കാരണം പൈസ മുടക്കേണ്ടിടത്ത് പൈസ മുടക്കണമെന്ന കാഴ്ചപ്പാട് പ്രൊഡ്യൂസേഴ്സിനുണ്ടായില്ലെങ്കിൽ അത് സിനിമയെ ബാധിക്കും, സിനിമയുടെ വിജയത്തെയും ബാധിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഹൈ കോസ്റ്റ് ആയിട്ടുള്ള പടങ്ങൾ ഇന്ന് ആർട്ടിസ്റ്റുകൾ തന്നെ ഏറ്റെടുക്കുന്നത്. അങ്ങനെ ലോകോത്തര നിലവാരമുള്ള വലിയ സിനിമകൾ മലയാളത്തിൽ വരണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് നിർമ്മാതാക്കൾ തയ്യാറായില്ലെങ്കിൽ പോലും ആർട്ടിസ്റ്റുകൾ ചെയ്യാൻ തയ്യാറാകുന്നതും. സുരേഷ് കുമാറിന്റെ നിർമ്മാണ കമ്പനിയുടെ പേര് രേവതി കലാമന്ദിർ എന്നാണ്. നിർമ്മാതാവിന്റെ പേരായി അദ്ദേഹം വയ്ക്കുന്നത് മേനക സുരേഷ് കുമാർ എന്നുമാണ്. മേനക ചേച്ചി നടിയായിരുന്നല്ലോ. ചേച്ചി അമ്മയുടെ മെമ്പറുമാണ്. അതുകൊണ്ട് ചേച്ചിയെ കുറ്റപ്പെടുത്താനും പോകുന്നില്ല. അദ്ദേഹം അത് ആലോചിച്ചിട്ട് വേണമായിരുന്നു സംസാരിക്കാൻ.
അദ്ദേഹത്തിൻ്റെ മകൾ നടിയല്ലേ. അവർ കോടികൾ മേടിച്ചാണല്ലോ അഭിനയിക്കുന്നത്. ഇന്ന് വരെ 1 രൂപ കുറച്ച് അവർ ഒരു സിനിമ ചെയ്തതായിട്ട് നമ്മുടെ അറിവിലില്ലല്ലോ. ഇത്തരത്തിൽ വലിയ രീതിയിൽ സുരേഷ് കുമാറിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു നടന്മാർ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ജയൻ ചേർത്തലയും വലിയ രീതിയിൽ വിമർശിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ ഒരു കൂട്ടയടിയാണ് സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പലരും ചേരിതിരിഞ്ഞ് പല വിഭാഗങ്ങളായി ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്കുകയാണ്, പരസ്പരം തെറി വിളിക്കുകയാണ്, വിമർശിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.